ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോയിൽ സ്ലിംഗ് ബാഗ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഹോൾ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ബാഗിൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അറിയുന്നവരും ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂസ് നീ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 സ്ലിംഗ് ബാഗ്സ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കൊരു നോർമൽ യൂസിന് പറ്റിയിട്ടുള്ള സ്ലിംഗ് ബാഗ്സ് ആണ് കാണിക്കുന്നത്. ഒരുപാട് വലിയ ക്വാണ്ടിറ്റി കൊള്ളുന്നതല്ല. അപ്പം ഇതെല്ലാം തന്നെ 4 ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനിയും മീഷോൻ്റെ ഹോൾ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. ഡ്രസ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വരാം. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സാണോ വേണ്ടത് അതോ പിന്നെ ബാഗിൻ്റെ ഹോൾ വീഡിയോസ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എനിക്ക് ഈ വാങ്ങിച്ച ബാഗുകളിലൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇത് അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ ഒരുപാട് നോക്കിയിട്ടും എനിക്കിതിൻ്റെ ഒന്നും ഇഷ്ടമാവാണ്ട് വന്നിട്ടില്ല. നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് PU മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കളർ ബ്ലോക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴൊക്കെ ഏകദേശം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. എവിടെയും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിച്ചിങ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലിങ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആക്കി ഇടാം. പിന്നെ ഇതിൻ്റെ 2 കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പണിംഗ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് ഫോണ് പൗച്ച് കാര്യങ്ങൾ ഒക്കെ കൊള്ളാവുന്ന രീതിയിലുള്ളതാണ്. 2 ബ്ലോക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നടുവിൽ ഒരു ചെറിയ സിപ്പ് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 313 രൂപയാണ് കേട്ടോ. 313 രൂപക്ക് എന്തുകൊണ്ടും ഈ ഒരു ബാഗ് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ 313 രൂപക്ക് നമുക്ക് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാഗ് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത്രയും നല്ല ക്വാളിറ്റി ബാഗാണ് കേട്ടോ. നമുക്കിതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുണ്ടെങ്കിലും പ്രിൻ്റ് ആയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മറ്റൊരു ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫി കളർ കൂടെ അവൈലബിൾ ആണ്. സൈസ് എല്ലാം വരുന്നത് ഫ്രീ സൈസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ എന്തായിട്ടും എന്ന് പറഞ്ഞ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒരാൾ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത്. എന്തായിട്ടും എന്തുകൊണ്ടും എന്തായിട്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേണും ഇതിൻ്റെ ഷേപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും പർച്ചേസ് ചെയ്യാം. സോ ഞാൻ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റൈൽ ചെയ്യുന്ന ഒരു ക്രോസ് ബോഡി ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും പർച്ചേസ് ചെയ്യാം. 313 രൂപയാണ് വരുന്നത്. വർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ റിയായ്മാറിൽ ഇടുന്നതാണ്. ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് എൻ്റെ റീൽസും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്തത് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ക്രോസ് ബോഡി ബാഗ് തന്നെയാണ്. ചെറിയ സ്മോൾ സൈസാണ് കേട്ടോ വരുന്നത്. ഏകദേശം ഇത്രയൊക്കെ സൈസേ വരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ക്വാളിറ്റി ഇല്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു മണ്ണെണ്ണയുടെ ഒക്കെ സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെൽ. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ വരുന്നത് സിന്തറ്റിക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കമ്പാർട്ട്മെന്റ് വരുന്നത് ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഫോണ്, പേഴ്സ് അതെല്ലാം ചെറുതായിട്ട് നമുക്ക് ക്യാഷ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ എന്തോ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി. ഒരു ഓഫ് വൈറ്റ് കളർ. ഇതിൻ്റെ സ്ലിങ് ആയിട്ടുണ്ടെങ്കിലും ഒരു വൃത്തിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് പേര് സ്റ്റൈൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഫോട്ടോക്കൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം അടിപൊളിയായിട്ടുള്ള ബാഗാണ്. പക്ഷേ ഈ ബാഗ് എന്തൊക്കെ അഴുക്കും എല്ലാം പിടിച്ചിട്ട് ഒരു സുഖമില്ല നമുക്ക് കാണാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിലെ മെറ്റീരിയൽ ആയിട്ട് ഒരു കളറായിട്ടുണ്ടെങ്കിലും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 267 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. 267 രൂപയാണ്. ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും തന്നെ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷെ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ബാഗ് എന്തുകൊണ്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബാഗാണ്. അതിൻ്റെ ഒന്നും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഇങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് H&Mൻ്റെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടില്ലേ, ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. അതിൻ്റെ ഒരു ഡ്യൂപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. H&Mൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 2000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടും മീഷോയിലുള്ള പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ, മീഷോയിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണല്ലോ, ആ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ബാഗ് വരുന്നത് ഒരു സ്ലിം ബാഗ് വിത്ത് പൗച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ H&Mലുള്ളതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് 2 കമ്പാർട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉൾഭാഗമായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നോർമൽ ഓക്കെയാണ്. നമുക്ക് കഴിഞ്ഞതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ പൗച്ച്, അത് സ്മോൾ പൗച്ച്, ബാഗ് അങ്ങനെയെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുന്നൊരു ബാഗാണ് കേട്ടോ. നമുക്ക് ഫാഷനായിട്ട് ഒന്നുകൂടെ, മറ്റേ ബാഗൊക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രായമുള്ളവർക്കും, ഫസ്റ്റ് കാണിച്ച ബാഗെല്ലാം കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ബാഗും കഴിഞ്ഞ ബാഗൊക്കെ നമ്മൾ കുറച്ച് ഗേൾസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ബാഗാണ് കേട്ടോ കാണിക്കുന്നത്. ദെൻ ഇവിടെയും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെയും ഒരു സ്മോൾ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ മാത്രമേ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. സോ ഇവിടെ ഒരു ചെറിയ സ്മോൾ പൗച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടും അങ്ങനെയെല്ലാം മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 460 രൂപ എങ്ങാണ്ടാണ്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള 4 പ്രൊഡക്റ്റിലും പ്രൈസ് കൂടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നോർമൽ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും വാങ്ങിക്കുക. നമുക്ക് ഇതുപോലെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള അത്യാവശ്യം 10 out of 9 കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. സോ ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം എൻ്റെ വീഡിയോയുടെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇതിൻ്റെ സ്ലിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സ്ലിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലിങ് എല്ലാം ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നേരത്തെ കാണിച്ച ബാഗിൻ്റെ പോലെ അങ്ങനെ സ്ലിങ് മോശമായിട്ടൊന്നുമില്ല, നല്ല അടിപൊളി സ്ലിങ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് ബാഗ് കാണാം. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു സ്ലിംഗ് ബാഗ് തന്നെയാണ്. മുൻപ് വീഡിയോസ് ചെയ്ത സമയത്തും ഒരു ബ്ലാക്ക് ബാഗ് എങ്ങാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 262 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് PU മെറ്റീരിയലാണ്, സോളിഡ് പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ ഈ ബാഗിന് ഒരു 10 out of 6 or 7 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ PU മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടായിട്ട് ഒരു കുഴഞ്ഞെടുക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ. ദെൻ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് 2 കമ്പാർട്ട്മെൻ്റ് ആണ്, ഓപ്പൺ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ദെൻ പിന്നെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സിബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണെല്ലാം വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ദെൻ ഇതിൻ്റെ സ്ലിങ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ അവരതിൽ ഫോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്. പക്ഷേ അത് നമുക്ക് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇത് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ടൈറ്റാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഒരു വൃത്തിയില്ലാണ്ട് നിൽക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കഴിഞ്ഞ ഞാൻ കാണിച്ച ഈ ബാഗില്ലേ, ഈ ബാഗിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് മീൻസ് ഒരു 6-7 കളർ എങ്ങാണ്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെയും ഒരു 4-5 കളർ എങ്ങാണ്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഈ 4 ബാഗിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കോഡ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. സോ നമുക്ക് ഇതൊക്കെയാണ് ഈ 4 ബാഗ്സ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയലും എല്ലാം ഞാൻ പറഞ്ഞല്ലോ. സോ ഇവിടെ എങ്ങനെയായിട്ട് ചെറിയൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ഫേക്ക് ബട്ടണൊന്നുമല്ല. സോ ഈ 4 ബാഗിലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വാങ്ങിക്കാം. രണ്ടാമത്തെ ബാഗ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ താല്പര്യമായില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് റിവ്യൂ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.
ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ് ഇതിൽ വാങ്ങിക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി ഹോട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി അടിപൊളി ഹോൾ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോസ്, കുർത്തീസ്, അതുപോലെ തന്നെ എത്നിക് വെയർ ഐറ്റംസും എല്ലാം ആയിട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.